വിഷുവൊക്കെ ഇല്ലേ വരുന്നത്. ചോറിനോടൊപ്പം എത്ര കൂട്ടിയാലും മടുക്കാത്ത പരിപ്പ് തക്കാളി സാമ്പാർ ഉണ്ടാക്കിയാലോ. ഒരു സൈഡ് ഡിഷായും ഉപയോഗിക്കാം, ഇത് മെയിൻ കറിയായും ഉപയോഗിക്കാം. ഇതിന് ആകെ വേണ്ടത് പെട്ടെന്ന് വേവുന്ന ചുവന്ന പരിപ്പില്ലേ, അതും തക്കാളിയും പച്ചമുളകും കൂടി നല്ലപോലെ വേവിച്ചെടുക്കുക. പരിപ്പ് നല്ല വെന്ത് ഉടയണം. ഈ പരിപ്പും തക്കാളിയും പച്ചമുളകും അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും അതിൽ ചേർത്തിളക്കുക. നല്ലപോലെ വെന്ത ശേഷം അവ ഒരു പാനിലേക്ക് മാറ്റി ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും നല്ലപോലെ വറുത്തെടുത്ത് അതിലേക്ക് 2 കോട്ടിയുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് പാർന്ന് ആ പുളി തിളച്ച് വരുമ്പോൾ പരിപ്പും തക്കാളിയും പച്ചമുളകും വേവിച്ചത് അതിലേക്ക് ഒഴിക്കുക. അല്പം സാമ്പാർ പൊടി ചേർത്ത് വേണമെങ്കിൽ മാത്രം ഒന്ന് തിളപ്പിക്കാം. സാമ്പാർ പൊടി ചേർത്തില്ലെങ്കിലും ഇതിന് ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. സാമ്പാറിൻ്റെ സ്മെല്ല് വരാനാണ് ഒരു 2 ടീസ്പൂൺ മാത്രം സാമ്പാർ പൊടി അതിൽ ചേർക്കുക. വേണമെങ്കിൽ ഉപ്പ് പാകത്തിനാക്കുക. ശേഷം നല്ലപോലെ വെട്ടിത്തിളപ്പിക്കുക. പുളി ഒഴിച്ച് നല്ലപോലെ വെട്ടിത്തിളപ്പിച്ചാൽ ഇവ രണ്ടും കൂടി ചേർന്ന് ഇതൊരു കുഴമ്പ് പരുവത്തിലാവും. അപ്പോൾ ഈ കറിക്ക് ഏറെ രുചിയാണ്. ഈ കറി ചോറിനോടൊപ്പവും ഇനി അല്പം കൊഴുപ്പായതിനാൽ പൊറോട്ടയോ ചപ്പാത്തിയോ പത്തിരിയോ ഏത് പലഹാരത്തോടൊപ്പവും ഇത് കഴിക്കാം. ചോറിനോടൊപ്പം കഴിച്ചാൽ നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഗ്യാസ് വരും എന്ന പേടിയാണെങ്കിൽ ഒരു ഇഞ്ചി കഷ്ണം നല്ലപോലെ കഴുകി വൃത്തിയായി ചെറുതായി അരിഞ്ഞതിലിടുക. ചതച്ച് ഇടരുത്. ചതച്ചിട്ടാൽ കറിക്ക് ചെറിയൊരു കയ്പ്പ് അനുഭവപ്പെടും. അപ്പോൾ ഈ തക്കാളി പരിപ്പ് സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കുക. വിഷുവിന് ആഘോഷത്തോടെ എല്ലാവർക്കും ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ അഷിത് ബ്ലോഗിനോടൊപ്പം കൂടെ ചേരുക. എല്ലാവർക്കും അഷിത് ബ്ലോഗിൻ്റെ മുൻകൂട്ടിയുള്ള വിഷു ആശംസകൾ.